ചെകിടമല കണ്ടു കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിയാണ്. കണ്ടില്ല, വഴികളെ കണ്ടില്ലേ? ഊരാക്കൂടി ഇരുട്ട്, ഒരു മനുഷ്യനില്ലാത്ത പ്രദേശം. റഷീദ് ഇവിടെ ആദ്യമായിട്ട് തന്നെ. ആ, ചോദിച്ചോക്ക്. കഴിഞ്ഞ ദിവസമേ പാലക്കാട് നിന്നൊരു യാത്ര പോയി. അതായത് പാലക്കാട് ഞാൻ താമസിക്കുന്ന റൂമിന് താഴെ എൻ്റെ സുഹൃത്ത് റഷീദ് എന്ന് പറഞ്ഞ പുള്ളി ഷോപ്പ് എടുത്തിട്ടുണ്ട്. റഷീദ് കൊണ്ട് പറഞ്ഞ് നമുക്ക് നെല്ലിയാമ്പതിക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം തന്നെ എൻ്റെ ഉറക്കം പോയി. കാരണം 2:30-ക്കാണ് വന്ന് പറയുന്നത്, 3:30-ക്കാണ്ടാണ് അവിടെ ക്ലോസ് ചെയ്യും. അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഉറപ്പായിരുന്നു. 10-25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് തൊട്ടപ്പുറത്ത് 2 കിലോമീറ്റർ മാറിയിട്ട് മാട്ടുമല എന്ന് പറഞ്ഞിട്ട് മലയുണ്ട്. മാട്ടുമലയും ചെകിടമലയും ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയതാണ് നിങ്ങളെ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അതിൽ ഒരു മലയിൽ ഞാൻ പകുതി വരെയും കയറിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് പേടിച്ചിട്ട്. അപ്പോൾ അത് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഓന്തംപാറ എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ അങ്ങോട്ട് ഉള്ള യാത്രയാണ് ഈ കാണുന്നത്. കൂടെ ഷംസും ഉണ്ട്. ഷംസും ഇതേപോലെ എൻ്റെ കൂടെ കൊല്ലം കൂടെ വന്നിട്ടുണ്ട്. റഷീദ് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്ര നാൾ ജീവിച്ച മണ്ണിൽ ഈ 2 കിലോമീറ്റർ മാറിയിട്ടാണ്, റഷീദിൻ്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന മലയുള്ളത്. ഇവിടെ ആദ്യമായിട്ടാണ് റഷീദ് അതാണ് ഞാൻ ആദ്യം കളിയാക്കിക്കൊണ്ട് പറഞ്ഞത്. പക്ഷേ ഇതിന് മുമ്പ് എൻ്റെ കൂടെ അട്ടപ്പാടിയിൽ വന്നിട്ടുണ്ട്, പറമ്പിക്കുളത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റഷീദ് അത്യാവശ്യമൊക്കെ യാത്ര ചെയ്ത് തുടങ്ങി. എൻ്റെ കൂടെ കൂടി എല്ലാവരും യാത്ര ചെയ്ത് തുടങ്ങും. അങ്ങനെ പോയ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇരുട്ട് വീണ് തുടങ്ങി. പിന്നെ അവിടെ അതിന് മലയുടെ മേലിൽ വണ്ടി ഓടിച്ച് കയറ്റി. പിന്നെ കുറേ നേരം ഇരുട്ടത്ത് നിന്ന് തൊട്ടപ്പുറത്ത് കാണുന്ന മാട്ടുമലയാണ് കാണുന്നത്, അറ്റത്ത് കാണുന്നത്. തൊട്ടിപ്പുറത്തൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ എപ്പോഴും വന്ന് ഞാൻ ചായ കുടിക്കുന്നതാണ്. അവിടെ നിന്ന് ചായ കുടിച്ച് കാണുന്ന വ്യൂ ആണ് ഈ മല. അപ്പോൾ ഈ മലയിലേക്ക് കയറാൻ എനിക്ക് പറ്റി. ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഇനി കഥകളൊന്നുമില്ല, എന്താ പറയുക, സൈലൻ്റാണ്. ആരുമില്ല ആ പ്രദേശത്ത്. ആകെ 2-3 വീടുകളുള്ളൂ തൊട്ടപ്പുറത്ത്. അത് താഴെ പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുറച്ചും കൂടി നേരത്തെ വന്നെങ്കിൽ ആ സൂര്യാസ്തമയം കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കാണാമായിരുന്നു. ഏതായാലും ഇങ്ങനെയെങ്കിലും യാത്ര ചെയ്യാൻ പറ്റിയല്ല. ഇതൊക്കെയാണ് എന്താ പറയുക, ഇതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ നിന്ന് ഈ ഭൂമിയിൽ തിരിച്ചു പോക്കുള്ളൂ എന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് ഞാൻ. അങ്ങനെ കുറച്ചെങ്കിലും നമ്മുടെ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് പോകാമെന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അധികം പൈസ മുടക്ക് ഇല്ലാത്ത യാത്രയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പോവുക. അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ പറയാം. പാലക്കാട് ആലത്തൂരിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറി പത്തനാപുരം എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നൊരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മാട്ടുമല ഉള്ളത്. അപ്പോൾ ഓക്കെ.